പ്രിയമുള്ളവരെ നമസ്കാരം. സമീപത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒട്ടനവധി സുഹൃത്തുക്കൾ അത് ചെയ്യുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ക്ലാരിറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ദുബായിലെ വിവിധ ഭാഗങ്ങളിൽ ഡിഫറെൻറ്റ് ഡെവലപ്പേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ ഇൻവെസ്റ്റേഴ്സിനുള്ള ഏറ്റവും വലിയൊരു സംശയമാണ് ഇതിൽ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ദുബായിൽ വ്യത്യസ്ത ലൊക്കേഷനുകളിൽ വ്യത്യസ്ത പ്രൊജക്റ്റുകൾ വരുമ്പോൾ പൊതുവെ ഇൻവെസ്റ്റേഴ്സിന് സംശയമാണ് ഇതിൽ ഏത് ലൊക്കേഷനാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടതെന്നുള്ളത്. ബെസ്റ്റ് ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നത് പൊതുവെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരു സംശയമുള്ള കാര്യമായതുകൊണ്ട് ഓരോ ലൊക്കേഷൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്താൽ അത് തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നു വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്ററായി കടന്നു വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഗുണം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നാം ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം അതാണ്. ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ബെസ്റ്റ് 10 ലൊക്കേഷനുകൾ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും നിക്ഷേപവും വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളുമാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ വിവിധ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 ലൊക്കേഷനുകൾ ഏതാണ്? ഈ 10 ലൊക്കേഷനുകളുടെ പ്രത്യേകതകൾ എന്താണ്? സ്വാഭാവികമായിട്ടും ഈ 10 ലൊക്കേഷനുകളിൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ്. അതുകൊണ്ട് തന്നെ പല ഡെവലപ്പേഴ്സും അവരുടെ പ്രൊജക്റ്റുകൾ, മെജോറിറ്റി ഓഫ് ദി ഡെവലപ്പേഴ്സും അവരുടെ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നതും ഈ 10 ലൊക്കേഷനിലാണ്. ഈ ലൊക്കേഷനുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് ഡൗൺ ടൗൺ ദുബായ് ആണ്. ഡൗൺ ടൗൺ ദുബായിയെക്കുറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒട്ടുമിക്ക ഇൻവെസ്റ്റേഴ്സിനും അറിയാവുന്നൊരു സ്ഥലമാണ്. ഡൗൺ ടൗൺ ദുബായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെയാണ് നമ്മുടെ ബുർജ് ഖലീഫ ഉള്ളത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡൗൺ ടൗൺ ദുബായും ആ ബുർജ് ഖലീഫയും അതിന് ചുറ്റുമുള്ള ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം വളരെ മികച്ച ഒരു ഏരിയ ആണെന്നുള്ളതാണ്. നമ്മുടെ ദുബായിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഡെവലപ്പറായിട്ടുള്ള MR ആണ് ബുർജ് ഖലീഫയും ഡൗൺ ടൗണും എല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഡൗൺ ടൗണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡൗൺ ടൗണും അതിന് ചുറ്റുപാടുമുള്ള ബിസിനസ് ബേയിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നല്ലൊരു റെൻ്റൽ ഈൽഡ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ദുബായ് ക്രീക്ക് ഹാർബറാണ്. ദുബായ് ക്രീക്ക് ഹാർബറിൽ വരാൻ പോകുന്ന പുതിയ അപ്കമിങ് സ്കൈ ലൈൻ, അതായത് പുതിയ ക്രീക്ക് ടവർ, അതൊരു ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു ഐക്കോണിക് ടവറായി മാറാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു വാട്ടർ ഫ്രണ്ട് വ്യൂ ആണ് ദുബായ് ക്രീക്ക് ടവറിലുള്ളത്. ഇനി അടുത്തൊരു ഗ്രോത്ത് ഈ ഡൗൺ ടൗൺ കഴിഞ്ഞ് ഡൗൺ ടൗൺ ഏകദേശം അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് തന്നെ ദുബായ് ഹാർബറാണ്. ആ ദുബായ് ഹാർബറുമായി ചേർന്നുകൊണ്ടുള്ള പുതിയ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായ് ഹാർബർ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഒരു 3, 4, 5 വർഷത്തിനുള്ളിലൊക്കെ നല്ലൊരു റിട്ടേൺ ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ക്രീക്ക് ഹാർബറിൽ വരുന്ന ആ പ്രൊജക്റ്റുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മൂന്നാമതായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് ദുബായ് സൗത്തിൽ വരുന്ന പ്രൊജക്റ്റുകളാണ്. നമുക്കറിയാം ദുബായ് സൗത്തിലാണ് പുതിയ ഇൻ്റർനാഷണൽ മക്തൂം എയർപോർട്ട് 2030 കൂടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് ദുബായിൽ വരികയാണ്. അത് ദുബായ് മക്തൂം എയർപോർട്ടാണ്. നിയറസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടന്ന ദുബായ് എക്സ്പോയും കാര്യങ്ങളൊക്കെ ദുബായ് സൗത്ത് ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഭാവിയുടെ ഒരു ദുബായ് ഒരു എക്സ്പാൻഷൻ മൊത്തം വരുന്നത് ദുബായ് സൗത്തും അതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ദുബായ് സൗത്ത് ഏരിയകളിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് നല്ലൊരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. നാലാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് JVTയും JVCയുമാണ്. അടുത്തടുത്തുള്ള 2 സ്ഥലങ്ങൾ. അപ്പോൾ ഈ ഏരിയയുടെ ഒരു പ്രത്യേകത വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള റെൻ്റൽ ഇൻകം കിട്ടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻസിനൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. ദുബായിലേക്ക് ഏത് സ്ഥലത്തേക്കും പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ JVCയും JVTയിലുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാം. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഡെവലപ്പേഴ്സിൻ്റെ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അഞ്ചാമതായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് MBR സിറ്റിയും മൈതാനുമാണ്.
ഈ ഏരിയയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളും വില്ലകളൊക്കെ ആ ഏരിയയിൽ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാൻ പറ്റുന്നത് അത് നമ്മുടെ ഡൗൺ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നിലവിലുള്ള ബുർജ് ഖലീഫിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു 5 to 10 minutes യാത്രയിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഏരിയ നല്ലൊരു ഗ്രോത്ത് ഉള്ള ഏരിയയാണ്. ആ ഏരിയ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റർ നിലക്ക് പരിഗണിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് ഏരിയ ആണ്. ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ സ്കൂൾസുകൾ, മാൾസുകൾ, അതുപോലെ തന്നെ പിന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് വില്ലകളും ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ്. നല്ലൊരു ഗ്രീൻ കമ്മ്യൂണിറ്റിയാണ്. നല്ലൊരു ഫ്യൂച്ചറും നല്ലൊരു ഭാവിയുള്ള നല്ലൊരു പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളൊരു ഏരിയയാണ്. ആ ഒരു സ്ഥലവും നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റർ നിലക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് നല്ലൊരു റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് ഏരിയ എന്ന് പറയുന്നത്. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ബർഷ സൗത്തിലുള്ള അർജാൻ ഏരിയയാണ്. അർജാൻ ഏരിയ, ഈ അർജാൻ ഏരിയൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ലൊക്കേഷനാണ്. എഗെയിൻ ഈ പറഞ്ഞ രീതിയിൽ ദുബായിലെ എല്ലാ സ്ഥലത്തേക്കും പെട്ടെന്ന് ആക്സസ് കിട്ടുന്നൊരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ മിറാക്കിൾ ഗാർഡൻ്റെയൊക്കെ അടുത്തുള്ള ആ ഏരിയ, അതിൽ ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. തീർച്ചയായിട്ടും പിന്നെ നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് അൽഫർജാൻ ഏരിയയാണ്. അൽഫർജാൻ ഏരിയയിലും ഒരുപാട് ഡിഫറെൻറ്റ് ഡെവലപ്പേഴ്സിൻ്റെ നല്ല നല്ല പ്രൊജക്റ്റ് വരുന്നുണ്ട്. നല്ല ഗ്രോത്തുകൾ കിട്ടാൻ സാധ്യതയുള്ള പിന്നെ മെട്രോ ഒക്കെ കണക്ഷനൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ്. അതും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പിന്നെ പ്രിഫർ ചെയ്യുന്ന മറ്റൊരു സ്ഥലമാണ് ദുബായ് ലാൻഡ് ഏരിയ. ദുബായ് ലാൻഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ഉണ്ട്. ആ ഭാഗത്തൊക്കെ ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ദുബായ് ലാൻഡിലും തീർച്ചയായിട്ടും നല്ല ഒരു പിന്നെ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു മികച്ച സ്ഥലമായിട്ട് നിങ്ങൾക്ക് ദുബായ് ലാൻഡിനെയും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവസാനമായിട്ട് പറയാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ദുബായ് സിലിക്കോൺ ഒയാസിസ് ആണ്. ദുബായ് സിലിക്കോൺ ഒയാസിസും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നത് ഒരു പ്രൊഫഷണലി ടെക്നിക്കലി ആയിട്ടുള്ള എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ അക്കാഡമിക് സിറ്റി തൊട്ടടുത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ എല്ലാ റോഡുകൾക്കും എമറേറ്റ്സ് റോഡിലേക്കും മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്കൊക്കെ ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ദുബായ് സിലിക്കോൺ ഒയാസിസും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടെയും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു റെൻ്റൽ ഈൽഡ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ പറയുന്ന 10 സ്ഥലങ്ങൾ കൂടാതെ വീണ്ടും പല സ്ഥലങ്ങളും ദുബായിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയതായിട്ട് നല്ലതായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്പോട്ടുകളായിട്ട് തോന്നിയിട്ടുള്ള ഒരു 10 സ്ഥലങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇത്തരം ഏരിയകളിൽ വരുന്ന നല്ല ഡെവലപ്പേഴ്സിൻ്റെ പ്രൊജക്റ്റുകൾ നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കാം. ഇനി നിങ്ങൾക്ക് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏരിയ ചൂസ് ചെയ്യുന്നതിലോ ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നതിലോ ഡെവലപ്പറെ ചൂസ് ചെയ്യുന്നതിലോ അതിലുള്ള പ്രൊജക്റ്റുകൾ ചൂസ് ചെയ്യുന്നതിലോ അതിൻ്റെ ഗ്രോത്തിനെ പറ്റിയുള്ളൊരു കൺഫ്യൂഷനോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ നമ്പർ ഈ പിന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. തികച്ചും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കൺസൾട്ടേഷൻ ഞാൻ നൽകുന്നതായിരിക്കും. മറ്റൊരു വിഷയമായിട്ട് അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.